ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ചെമ്മീൻ ഇച്ചിരി വലുതാണ്, ടൈഗർ പ്രോൺസ് ആണ്. ഇതിട്ട് നമുക്ക് ചെറിയുള്ളിയൊക്കെ ഇട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം. എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? നമ്മൾ ടൈഗർ പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ടൈഗർ പ്രോൺസ് ചെറിയുള്ളി റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്നാക്കിയെന്ന് നോക്കാം. നമ്മളൊരു 7 ടൈഗർ പ്രോൺസ് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ, തക്കാളി ഒരു 2 തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ഒരു 250 ഗ്രാം ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം, ഇത്രയും സാധനമാണ് നമുക്ക് മസാലയായിട്ട് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായിട്ട് ടൈഗർ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നു. നാരങ്ങ, ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നു. 2 ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഉപ്പൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വേണ്ടി വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലത്. നമ്മളൊരു 20 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പ്രോൺസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ടൈഗർ പ്രോൺസ് അങ്ങ് വെച്ച് കൊടുക്കാം. പ്രോൺസിന് അധികം വേവിൻ്റെ സമയമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അതുകൊണ്ട് 5 മിനിറ്റ് നമുക്ക് ഒരു സൈഡ് വീതം വേവിച്ചെടുക്കാം. ആറ് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പ്രോൺസ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പ്രോൺസ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റി വെക്കാം. പ്രോൺസ് ഫ്രൈ ആക്കി എടുത്ത എണ്ണയിലേക്ക് നമ്മൾ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു വെളുത്തുള്ളി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നു. ചെറിയുള്ളി നമ്മൾ 1/4 കിലോളം ചെറിയുള്ളി നല്ല വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നു. ഉപ്പിട്ടൊന്ന് സോട്ടാക്കി എടുക്കാം. ചെറിയുള്ളി നല്ല വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മസാലയൊന്ന് മൂത്ത് വരണം. മസാലയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ പവർ അങ്ങ് കിട്ടുള്ളൂ. കുറച്ചൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് 2 പച്ചമുളക് നടുവേ കീറി വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെക്കുക. തക്കാളി ഉള്ളി ഒന്ന് സെറ്റായിട്ട് നല്ല റോസ്റ്റായിട്ട് വരട്ടെ. നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മൾ ഈ മസാലയിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നാരങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ കുടംപുളി ഇട്ടാലും മതി. ഒരു 2 കിലോ കുടംപുളി ഇട്ടാലും മതി. നമ്മൾ നാരങ്ങ ഒഴിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് പ്രോൺസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. റോസ്റ്റ് ഒന്ന് സെറ്റായിട്ട് വരണം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല ഗ്രേവിയൊക്കെ നല്ല പ്രോൺസെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റോട്ട് മാറ്റിയിട്ട് നമ്മുടെ സുഹൃത്തിനോടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറയാം. എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ടൈഗർ പ്രോൺസ് ചെറിയുള്ളി റോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സുഹൃത്ത്, നമ്മുടെ ക്യാമറാമാൻ ബെഞ്ചമിൻ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ചൂണ്ടിട്ടാ എങ്ങനെയുണ്ടാ കൂടുതലാണ്. അമ്പോ ആ ചെറിയുള്ളിയുടെ ടേസ്റ്റും പിന്നെ എല്ലാം കൊണ്ടും അടിപൊളിയുണ്ട്. ഞാൻ ടൈഗർ പ്രോൺസ് ഒക്കെ ആദ്യമായിട്ട് കഴിക്കുന്നത്. സീരിയസ് അടിപൊളിയുണ്ട്. കൊള്ളാം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും എല്ലാം ഈ ചെറിയുള്ളി റോസ്റ്റ് ടൈഗർ പ്രോൺസിന് കഴിക്കാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.